അള്ളാഹുവിനെ കാണാനാവൂല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൃഷ്ടിയെ പകരമാക്കി അയച്ചു. ഈ സൃഷ്ടി പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടോളൂ. ഇനി ഒന്നുകൂടി മക്കളെ കൂടി കേട്ടു വെക്കാൻ പറ്റിയൊരു വാക്ക്, മൻ റആനി ഫഖദ് റഅൽ ഹഖ്. എന്നെ ഒരാൾ കണ്ടാൽ അയാൾ ഹഖ് തആലയെ കണ്ടു. മൻ റആനി ഫഖദ് റഅൽ ഹഖ്. ഒരാൾ എന്നെ കണ്ടാൽ ഹഖ് തആലയെ കണ്ടു. എന്നാ ഞാൻ ഹഖ് തആലയാണോ? അല്ല. പക്ഷെ എന്നെ കണ്ടാൽ ഹഖ് തആലയെ കണ്ടു. എന്തുകൊണ്ട്? സൃഷ്ടികളിൽ പൂർണ്ണൻ. ഇനി അള്ളാഹുവിനെ കാണേണ്ട ആവശ്യമില്ല. മന്ത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈവറ്റ് സെക്രട്ടറി കണ്ട് അവിടെ കടലാസും കൊടുത്ത് പോന്നാൽ നിങ്ങളെ പഞ്ചായത്തിലേക്ക് പിറ്റത്തെ ആഴ്ച കടലാസ് വരും, അതിൻ്റെ പിറ്റത്തെ ആഴ്ച വർക്കിംഗ് ഓർഡർ വരും, അതിൻ്റെ പിറ്റത്തെ ആഴ്ച പണി തുടങ്ങും. നിങ്ങൾ ആരെയാണ് ഇത് ഏൽപ്പിച്ചത്? മന്ത്രിയല്ല. മന്ത്രിയെ നിങ്ങൾ കാണേണ്ട ആവശ്യവും ഇല്ല. നിങ്ങൾ പ്രധാനപ്പെട്ട പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ടു മതി. അപ്പൊ നിങ്ങൾ ആരെ കണ്ടതുപോലെയാണ്? പറയും മനുഷ്യന്മാരെ, മന്ത്രിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. മന്ത്രിയെ കാണേണ്ട ആവശ്യവും നിങ്ങൾക്കില്ല. അന്നൂറായ റബ്ബ്, അൽ ഹഖായ റബ്ബ്, അൽ മുബീനായ റബ്ബ്. ആ റബ്ബിനെ അറിയുന്നതിന് ഹുജുബുകൾ വെച്ചിട്ടുണ്ട്. മറ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരുപാട് മറകളുണ്ട് റബ്ബിനെ അറിയാൻ. ഈ ലോകത്ത് മറകളാണ്. പരലോകത്താകുമ്പോൾ ഇതിൻ്റെ എല്ലാം വേറൊരു വേർഷനാണ് പരലോകത്ത് ഉണ്ടാവുക. പരലോകത്ത് കണ്ണ് ഇതാണെങ്കിലും ഇതല്ല, ചെവി ഇതാണെങ്കിലും ഇതല്ല, വയറ് ഇതാണെങ്കിലും ഇതല്ല, അവയവങ്ങൾ ഇതാണെങ്കിലും ഇതല്ല. അതിനാ അഹ്ലിൽ ജന്ന ലഹു ഖുവ്വത്തു മിഅത്തി ഫഹ്ലിൻ. അതിനാ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന ഒരു വ്യക്തി, അയാൾക്ക് പോലും ദുനിയാവിലെ ഏറ്റവും കരുത്തനായ ഒരു മല്ലന്റെ 100 ഇരട്ടി ശക്തിയാണ് ഉണ്ടാവുക. ആർക്ക്? പരലോകത്ത് സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന വ്യക്തിക്ക്. മനസ്സിലായില്ല? അതിനാ അഹ്ലിൽ ജന്ന, അതിനാ അഹ്ലിൽ ജന്ന. സ്വർഗത്തിലെ ഏറ്റവും ലോ ക്വാളിഫൈഡ് ആയ വ്യക്തിക്ക് ലഹു ഖുവ്വത്തു മിഅത്തി ഫഅലിൻ, അയാൾക്ക് 100 കരുത്തന്മാരായ മല്ലന്മാരെ ശക്തി ഉണ്ടാവും. അതിനാ അയാളെ കോലം ഇതൊക്കെ തന്നെ. കോലം ഇതെന്ന് പറഞ്ഞാൽ അയാളെ ഭാര്യയ്ക്ക് തിരിച്ചറിയാൻ കഴിയും, ഭാര്യയെ അയാൾക്കും തിരിച്ചറിയാൻ കഴിയും. പക്ഷെ കരുത്തിന് വ്യത്യാസം. അതിനാ അഹ്ലുൽ ജന്ന യൻദുറു മസീറത അൽഫൈസന, മസീറത അൽഫൈസന, 2000 വർഷം ഒരൊട്ടകം ഓടിയാൽ എത്ര ദൂരം എത്തുമോ? ഒരു നൈപുണ്യമുള്ള, നല്ല ആകാര സൗഷ്ഠവമുള്ള, കരുത്തുള്ള ഒരു മൃഗം, ഒരു ഒട്ടകം 2000 കൊല്ലം ഓടിയാൽ എത്ര ദൂരത്തെത്തുമോ അത്രയും ദൂരം ബിലാ ഹായിലിൻ വലാ ഹിജാബിൻ, ഒരു മറയുമില്ലാതെ. അതിനാ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പടിയിലുള്ള ആള് കേൾക്കും, കാണും എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അയാൾ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ 2000 കൊല്ലത്തെ വഴിദൂരം കണ്ണുകൊണ്ട് കാണും. അതിനിടയിൽ മറ ഉണ്ടാവില്ല. എന്നാ സ്വർഗം മുഴുവനും തോട്ടങ്ങളാണ് താനും. ഈ തോട്ടങ്ങൾ അയാൾക്ക് മറയല്ല. അപ്പൊ നിങ്ങളെ വാരിക്കൂട് എല്ലും മുള്ളും ഒക്കെ മറയാണല്ലോ. പക്ഷെ അത് ലേസർ രശ്മികൾക്ക് മറയല്ല, ഇങ്ങോട്ട് കയറും. നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്റേയിൽ കണ്ടുപിടിക്കും. an എക്സാമ്പിൾ. അല്ലെങ്കിൽ നമ്മളത് എന്താ പറയാ, സ്കാനിങ്ങിൽ കണ്ടുപിടിക്കും. അപ്പൊ ലേസർ രശ്മികളെ കടത്തിവിടെ. അതിന് മറയില്ലേ? ഉണ്ടെങ്കിലും ഇല്ല. നമുക്ക് മറയുണ്ട്, അതിന് മറയില്ല. ഇങ്ങനട്ട് കേറും. സ്വർഗം മുഴുവൻ തോട്ടങ്ങളാ. ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅനാബ വകവാഇബ അത്റാബ വകഅസൻ ദിഹാഖ. ഇന്നലിൽ മുത്തഖീന മഫാസ, മുത്തഖീങ്ങൾക്ക് എപ്പോഴും വിജയസ്ഥാനമാണുള്ളത്.
ഹദായിഖ, അവർക്ക് അതിമനോഹരമായ തോട്ടങ്ങളുണ്ട്. വഅനാബൻ, മുന്തിരിത്തോപ്പുകളുണ്ട്. അല്ലാഹു അതൊക്കെ സ്വന്തമാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. നല്ല തോട്ടങ്ങൾ, മുന്തിരിപ്പടർപ്പുകൾ എല്ലാം അവർക്കുണ്ട്. അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാൽ ജന്നത്ത് എന്നതിന്റെ അർത്ഥം തന്നെ തോട്ടം എന്നാണ്. സ്വർഗം എന്ന അർത്ഥത്തിലല്ലാതെ തോട്ടം എന്ന അർത്ഥത്തിലും ഖുർആനിൽ ജന്നത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. اضرب لهم مثل الرجلين جعلنا لأحدهما جنتين من أعناب وحففناهما بنخل وجعلنا بينهما زرعا كلتا الجنتين آتت أكلها ولم تظلم منه شيئا وفجرنا خلالهما نهرا وكان له ثمر. ഏതാ സൂറത്ത്? അൽ-കഹ്ഫ്. വദരിബ് ലഹും മസല റജുലൈനി, ഉപമയായി പറഞ്ഞു കൊടുക്കുക അവർക്ക് രണ്ടാളുകളെ പറ്റി. ജഅൽനാ, നാം ആക്കി കൊടുത്തു, ലിഅഹദിഹിമ, ആ രണ്ട് ജ്യേഷ്ഠാനുജന്മാരിൽ ഒരാൾക്ക് എന്തു കൊടുത്തു? ജന്നത്തൈനി, രണ്ട് തോട്ടങ്ങളെ, മിൻ അനാബിൻ, മുന്തിരിത്തോപ്പുകളാണ്. അവിടെ സ്വർഗം എന്നല്ല അർത്ഥം, പക്ഷെ പറഞ്ഞ വാക്ക് ജന്നത്ത്. അപ്പൊ ജന്നത്ത് എന്ന് പറഞ്ഞ തോട്ടം. സ്വർഗം എന്നും പറയും, എന്നാ തോട്ടം എന്നും പറയാം. അപ്പൊ തോട്ടാവുമ്പോ എങ്ങനെ? തോട്ടം എന്ന് പറയുമ്പോ എന്താ, ഒന്നിന് അപ്പുറത്തേക്ക് കാണൂല, മറഞ്ഞു കിടക്കും, അതാ തോട്ടം. പക്ഷെ സ്വർഗവാസിക്കത് മറയല്ല. വളരെ വളരെ തിരിച്ചു വരും. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? ഈ കണ്ണിന്റെ കഴിവല്ല ആ കണ്ണ്. അവിടെ റബ്ബിനെ കാണാൻ കഴിയും, ഇവിടെ റബ്ബിനെ കാണാൻ കഴിയില്ല. എന്റെ കൂടെ വരി. ഇവിടെ റബ്ബിനെ കാണാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഇവിടെ കഴിയില്ല, ഇവിടെ റബ്ബിനെ കാണാൻ കഴിയില്ല. അവിടെയോ ഇവിടുത്തെ അവസ്ഥയല്ല, കഴിയും. ഇന്നകും സതറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദ്രി. പൂർണ്ണ ചന്ദ്രരാത്രിയിൽ നിങ്ങൾ ചന്ദ്രനെ കാണുന്നത് പോലെ ഒരു പ്രയാസമില്ലാതെ റബ്ബിനെ കാണാൻ നിങ്ങൾക്കാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്കും. അപ്പൊ ഞാൻ വിഷയത്തിന്റെ ഒന്നാം ഭാഗമാണ് ഈ പറയുന്നത്. ഇതിപ്പോ ഒരു പ്രിഫേസ് ആണ്, വിഷയത്തിന്റെ പ്രിഫേസ് ആണ് ഈ പറയുന്നത്. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നാൽ, നമ്മൾ ഈ ലോകത്ത് ഒരുപാട് ദുർബലതകൾ ഉള്ളവരാണ്. നമ്മുടെ കണ്ണിന് പരിധിയുണ്ട്, നമ്മുടെ കാതിന് പരിധിയുണ്ട്, അങ്ങനെയൊക്കെ പരിധികളുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ ഒരു സഫീറിനെ നൽകി, ഒരു അംബാസഡറിനെ നൽകി. ആ അംബാസഡർ അല്ലാഹു അല്ലെങ്കിൽ പോലും ആ അംബാസഡർ അല്ലാഹുവിന്റെ സമ്പൂർണ്ണ പ്രതിനിധിയാണ്. ആ ആളാണ് മുഹമ്മദ്. ഞാൻ അതിന്റെ ചില വരികൾ ബുർദയിൽ കാണിക്കണം, നല്ലോണം ചിന്തിക്കണം. എന്തിനാ ഞാൻ ഈ ബുർദ പറഞ്ഞത്? ബുർദ മുഅ്മിനുകൾക്ക് തെളിവാണ്. എന്തുകൊണ്ട്? മുഅ്മിനുകൾക്ക് തെളിവാണ്. ഈമാനില്ലാത്തവർക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പൊ കണ്ണിയത്ത് ചെയ്ത ഒരു പ്രവർത്തനം മുഅ്മിനുകൾക്ക് തെളിവാണ്. എന്തേ അല്ലേ മനുഷ്യന്മാര് അല്ലെ? അങ്ങനെ കണ്ണിയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മിണ്ടൂല. ഒരു സ്ഥലത്ത് ഞാനൊരു മസല ചോദിച്ചപ്പോ ഒരു മസല പറഞ്ഞു. 10-12 കൊല്ലം മുമ്പാണ്. അവർ വയസ്സം മിണ്ടാതെ കുറച്ചേരം ഇരുന്നു. അങ്ങനെ ആളുകൾ ഇറങ്ങിയതിനു ശേഷം ആ വയസ്സൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കണ്ണിയത്തിന്റെ ഇതേ വിഷയത്തിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ കണ്ണിയത്തിന്റെ അടുത്ത് പോയി 25 കൊല്ലം മുമ്പ്. അപ്പോൾ കണ്ണിയത്ത് ഇങ്ങനെ കണക്ക് കൂട്ടി പലതും ചോദിച്ച് ഇങ്ങനെയാണ് മസാല പറഞ്ഞത് കുട്ടിയെ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാന് പറഞ്ഞ ആളുകളെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് കാര്യം പറഞ്ഞു. എന്ത്? എനിക്ക് പേച്ചലാകാം, ഇതേ വിഷയത്തിനെ കണ്ണിയത്ത് ഉസ്താദ് ഇങ്ങനെ അല്ല പറഞ്ഞത് എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇനി ഏതായാലും നിങ്ങൾക്ക് കാര്യം ഒന്നും കൂടി ഉറപ്പിക്കാൻ നിങ്ങൾ തങ്ങൾ ഉസ്താദിനെ മറ്റോ ഒന്ന് കണ്ടാളി, എന്റെ വാക്ക് നിങ്ങളത് കണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അവർ നമ്മളെക്കാൾ കാര്യങ്ങൾ കണ്ടവരും അറിഞ്ഞവരും നമ്മളെക്കാൾ ബസീറത്തുള്ള കണ്ണുള്ളവരുമാണ്. നമ്മളൊക്കെ ഒരു വിവരമില്ലാത്തവരാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.
അപ്പൊ എന്ന് പറഞ്ഞ പോലെ കണ്യത്തൊരു വാക്ക് പറഞ്ഞ മുഅ്മിന് തെളിവാണ്. നീ അങ്ങനെ തന്നെയല്ലേ? നമുക്ക് തെളിവാണ്. നമുക്കതൊക്കെ മഖ്ദൂം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നാൽ നമുക്കത് തെളിവാണ്. ശംസുൽ പറഞ്ഞു നമുക്ക് തെളിവാണ്. അപ്പം ബൂസൂരി ഇമാം പറഞ്ഞത് എങ്ങനെ തെളിവാകുമെന്നാൽ ഹിജ്റ 608 ജനിക്കുകയും ഹിജ്റ 608 ബൂസീറിൽ ജനിക്കുകയും ഹിജ്റ 696 അലക്സാണ്ട്രിയയിൽ വഫാത്താവുകയും ചെയ്ത അബൂ അബ്ദില്ല മുഹമ്മദ് ബിൻ സഈദ് ബൂസീരി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ മുത്തനബിയുടെ കുറിച്ചുള്ള പ്രണയകാവ്യമായ ഉർദത്തു ഷരീഫ അന്ന് മുതൽ ഇന്ന് വരെയും കോടി ജിബാലുകളായ ഉലമാ മുഅ്മിനീങ്ങൾ അത് കൈകാര്യം ചെയ്യുകയും പാടുകയും പറയുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാറ്റിവെക്കണ്ടാണെങ്കിൽ ഒരു മാറ്റിവെക്കും. അവരതിനെപ്പറ്റി പറഞ്ഞതിനും കണക്കില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ വൃദ്ധിയിൽ ഇങ്ങനെ നോക്കി ثم اصطفاه حبيبا بارئ النسم مولاي صل وسلم دائما ابدا للخلق كلهم فهو الذي تم معناه وصورته. അർത്ഥവും ആശയവും രൂപവും ആശയവും പൂർണ്ണനായ ഒരു വ്യക്തി മുഹമ്മദാണ്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരൊക്കെ അപൂർണരാണ്. അത് നിങ്ങളെ ആരൊക്കെ പെട്ടു എന്ന് കൂട്ടിക്കോ. മുസ്തഫ നബി അൽ ഇൻസാനുൽ കാമിലാണ്. അപ്പൊ മുസ്തഫ നബി അൽ ഇൻസാനുൽ കാമിലാണെങ്കിൽ ഫമാദൂനഹു അൽ ഇൻസാനുൻ നാഖിസാണ്. നമ്മളോ നമ്മൾ ഒന്നുമല്ല. പൂർണ്ണൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹുവല്ലദി തമ്മ മഅനാഹു. തമ്മ പൂർണ്ണനാണ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിനെ കാണാനാവൂല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൃഷ്ടിയെ പകരമാക്കി അയച്ചു. ഈ സൃഷ്ടി പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടോളൂ. ഇനി ഒന്നുകൂടി ഇത് മക്കളെ കേട്ടു വെക്കാൻ പറ്റിയൊരു വാക്ക്. മൻ റആനി ഫഖദ് റഅൽ ഹഖ്. എന്നെ ഒരാൾ കണ്ടാൽ അയാൾ ഹഖ് തആലയെ കണ്ടു. മൻ റആനി ഫഖദ് റഅൽ ഹഖ്. ഒരാൾ ഇന്നെ കണ്ടാൽ ഹഖ് തആലയെ കണ്ടു. എന്നാ ഞാൻ ഹഖ് തആലയാണോ? അല്ല. പക്ഷെ ഇന്നെ കണ്ടാൽ ഹഖ് തആലയെ കണ്ടു. എന്തുകൊണ്ട്? സൃഷ്ടികളിൽ പൂർണ്ണനാണ്. ഞാൻ അള്ളാഹനെ കാണേണ്ട ആവശ്യമില്ല. മന്ത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈവറ്റ് സെക്രട്ടറി കണ്ട് അവിടെ കടലാസും കൊടുത്ത് പോന്നാൽ നിങ്ങളെ പഞ്ചായത്തിലേക്ക് പിറ്റത്താഴ്ച കടലാസ് വരും. അതിൻ്റെ പിറ്റത്താഴ്ച വർക്കിംഗ് ഓർഡർ വരും. അതിൻ്റെ പിറ്റത്താഴ്ച പണി തുടങ്ങും. നിങ്ങൾ ആരെയാണ് ഇത് ഏൽപ്പിച്ചത്? മന്ത്രിയല്ല. മന്ത്രിയെ നിങ്ങൾ കാണേണ്ട ആവശ്യവും ഇല്ല. നിങ്ങൾ പ്രധാനപ്പെട്ട പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ടു മതി. അപ്പൊ നിങ്ങൾ ആരെ കണ്ടതുപോലെയാണ് പറയും മനുഷ്യന്മാരെ. മന്ത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. മന്ത്രിയെ കാണേണ്ട ആവശ്യവും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് തരാനുള്ള സമയവും മന്ത്രിക്കില്ല. മന്ത്രിയെ കാണാൻ നിങ്ങൾ വാശി പിടിച്ചാൽ അത് മന്ത്രി നിങ്ങളോട് എതിരാകാൻ കാരണമാവും. എന്നെ തന്നെ കാണുന്നത് ഞങ്ങൾക്ക് എന്തെത്ര വാശി, ഞാൻ മുമ്പ് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊരു കുരുത്തക്കണം. നിങ്ങൾ മന്ത്രിയെ കണ്ടിട്ടേ പോകുള്ളൂ. പ്രധാനപ്പെട്ട പ്രൈവറ്റ് സെക്രട്ടറി മൂപ്പര് പറഞ്ഞു വാശി പിടിക്കണ്ട, നിങ്ങൾ പറയല്, നിങ്ങൾ ഇവിടെ തന്നാൽ പിന്നെയും പിടിച്ചു. അങ്ങനെ ആരെങ്കിലും ഉള്ളിൽ കയറിയാൽ ഓന്റെ കടലാസ് അപ്പ ചെയ്യും. നമുക്കത്ര വാശി. ഈ ആളാണ് മുഹമ്മദ്. നിങ്ങൾക്ക് ഇന്ന പരലോക അള്ളാനെ നിങ്ങൾക്ക് ദുനിയാവിൽ കാണാൻ കഴിയൂല. നിങ്ങളെക്കാൾ വലിയ ആള് ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. റബ്ബി അരിനിയ അൻദുറു ഇലൈക. അപ്പോൾ പറഞ്ഞു ലൻ തറാനി വലാകിൻ അൻദുറു ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി ഫലമ്മാ تجلى ربه للجبل جعله دكا وخر موسى صعقا. എനിക്ക് നിന്നെ ഒന്ന് കാണണം. അപ്പോൾ അള്ളാഹു പറഞ്ഞു ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ ഒരിക്കലും കഴിയില്ല, ഇത് നടക്കൂല. ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. ആർക്കും കാണാൻ കഴിയില്ല എന്നല്ല, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദുന്യവി ജീവിതകാലത്ത് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ പറയുള്ളൂ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ?
അതങ്ങൾ റേഞ്ച് വിട്ടുപോയോ? ആരെങ്കിലും ഉസ്താദ്മാര് ആയത്ത് നടക്കി അയറാഫ് 144 മറ്റോ ആയിരിക്കും ആയത്ത്. ഒന്ന് മൊബൈലെടുക്കുക, ആയത്ത് നടക്കി അയറാഫ് 144 മറ്റോ ആയിരിക്കും. 140-ൻ്റെയും 45-ൻ്റെയൊക്കെ ഇടയിലുണ്ടായത് അയറാഫാണ് ആയ സുഹൃത്ത്. ഒന്നെടുക്കി, വേഗം എടുക്കി. അയറാഫിൻ്റെ ആയത്ത് 140. ഒന്ന് നോക്കി, ആരെങ്കിലും നോക്കി 140 അവിടെയാണ് ആയത്ത്. എത്രയാണ്? 143. മാഷാ അല്ലാഹ്. അതെ അതെ, കണ്ടു. എൻ്റെ കൂടെ നോതി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك قال لن تراني. അതിൻ്റെ അർത്ഥം നോക്കുക. പിടിച്ചിരുന്നോ കസേരയിൽ? ഞാൻ പറഞ്ഞ അർത്ഥം നോക്കിക്കോളി. വലമ്മ ജാഅ മൂസ നബി വന്നപ്പോൾ ലിമീഖാത്തിന, എന്നെ കണ്ടുമുട്ടാനുള്ള സ്ഥലത്തേക്ക് വന്നപ്പോൾ വകല്ലമഹു റബ്ബുഹു, റബ്ബ് സംസാരിക്കുകയും ചെയ്താരേ. ഖാല, മൂസ പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, അരിനി, നീ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരണം. അൻളുറു ഇലൈക്ക്, ഞാൻ നിന്നിലേക്കൊന്ന് നോക്കട്ടെ. നീ എനിക്കൊന്ന് കാണിച്ചു തരണം, ഞാൻ നിന്നിലേക്കൊന്ന് നോക്കട്ടെ. കാല, അപ്പോൾ റബ്ബ് മറുപടി പറഞ്ഞു. പറയേണ്ടത് ലം ഉറാന്നാണ്. പക്ഷെ പറഞ്ഞത് ലൻ തറാനി എന്നാണ്. പറയേണ്ടത് ലം ഉറ എന്ന് പറഞ്ഞാൽ 2 അക്ഷരത്തിൽ തീരും. ഇത് അക്ഷരം കൂട്ടി, അക്ഷരം കുറക്കേണ്ടടുത്ത് ഖുർആൻ അക്ഷരം കൂട്ടൂല. ഇനി അക്ഷരത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരൊറ്റ കിതാബ് ലോകത്തുണ്ടെങ്കിൽ ഖുർആനാണ്. പറയേണ്ടത് നീ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരണം. ഐഹിക ജീവിതത്തിൽ തന്നെ, പരലോകത്ത് കാണുമല്ലോ, അതിപ്പോ ബേസ്മെന്റ് വിജ്ഞാനം, അത് അറിയാത്തൊരു നബിയില്ല. ഐഹിക ജീവിത കാലത്ത് തന്നെ എനിക്ക് നിന്നെ ഒന്ന് കാണണം. അപ്പോൾ അല്ലാഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? എന്നെ കാണിക്കപ്പെടലില്ല, എന്നെ അങ്ങനെ ഐഹിക ജീവിതത്തിൽ കാണൂല എന്നാണ് പറയേണ്ടത്. പക്ഷെ പറഞ്ഞത് ലൻ തറാനി, നിങ്ങൾ ഇന്നെ കാണൂല, കാണുന്നുണ്ട്, അത് നിങ്ങളല്ല എന്ന മഫ്ഹൂം തിരിഞ്ഞില്ല. കാണും, ചെങ്ങളല്ല, മെനക്കെടണ്ട. ഇന്നെ ആരും കാണൂല എന്ന് പറഞ്ഞിട്ടില്ല. ലൻ തറാനി, നിങ്ങളിന്നെ കാണൂല, അത് ഒരു കാലത്ത് കാണൂല, ഇവിടുന്ന് കാണൂല, മരിച്ചിട്ട് നോക്കാം. അള്ളാൻ ആരും കാണൂല എന്ന് പറഞ്ഞ നേരം മുൾക്കോളം ഉച്ചണ്ട. അതിലിത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാണൂല, നിങ്ങൾ ഇവിടുന്ന് ഒരു കാലത്തും കാണൂല. ലന്നർ നിങ്ങൾക്ക ലന്ന്, നിങ്ങൾ മെനക്കെടണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ വലാക്കിൻ ഉന്നൂർ ഇല ജബൽ, ആ പാറക്കല്ലും മണ്ണൊക്കെ ആടുംകാട്ടും പിന്നെ ഒട്ടക കാഷ്ടമൊക്കെ ഉള്ള അവിടേക്ക് നോയിക്കോളി. എന്റെ ഒരു 100 തജല്ലി വന്നിട്ട് അത് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നെ കാണാം. فلما تجلى ربه للجبل جعله دكاء وخر موسى صعقا. അള്ളാഹുവിന്റെ തജല്ലി ആ ജബലിലേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് പൊട്ടിഞ്ഞ് തകർന്ന് തരിപ്പണായി. അപ്പുറത്തെ മലയിൽ നോക്കി നിൽക്കുന്ന മൂസ സായക്കൻ ബോധം കെട്ടുകണു. ഒരു നേരിയ 100 തജല്ലി കാണാൻ പോലും കഴിഞ്ഞില്ല. ആർക്ക്? മൂസ താമല്ല.
മുഹമ്മദാണ്. അപ്പൊ ഒരു ഖുസൂർ മൂസയിലുണ്ട് അലൈഹിസ്സലാം. മൂസ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? മു മേ മോ സേ ഷേ മോ ഷേ മ മോ. കോപ്റ്റിക്കുകൾ മോ എന്ന് പറയും, അറബികൾ മാ എന്ന് പറയും. ഷേ എടുക്കപ്പെട്ടത്, മോ വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവനെ പേര് കൊടുത്തു. എന്ത്? മോശേ. അത് അറബിയിലേക്ക് വന്നപ്പോൾ മൂസാന്നായി. ഈ ആളെ പേര് വെള്ളത്തിൽ നിന്ന് എടുത്ത കുട്ടി എന്നല്ല. ഇയാളെ പേര് സർവ്വരോഗങ്ങളാലും പ്രശംസിക്കപ്പെടേണ്ട ആൾ ആണ് മുഹമ്മദ്. ആദം എന്ന് പറഞ്ഞാൽ വെള്ളിയല്ല കറുപ്പുമല്ല, അങ്ങനത്തെ ഒരാളെന്നാണ്. അതാണ് ആദം. അതാണ് ആദമിന്റെ അർത്ഥം. മൂസാന്റെ അർത്ഥം എന്താ? മൂസ എന്ന അർത്ഥം വെള്ളത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട കുട്ടി. മകാരം വന്നത് അറബിയില, അവരിൽ കോപ്റ്റിക്കിൽ അത് മൊകാര, മോ. ബൈബിളിൽ ഇപ്പോഴും മോശേന്നാണ്. മോശേ വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ. മുഹമ്മദോ പ്രശംസിക്കപ്പെടേണ്ടവൻ. പ്രശംസിക്കപ്പെടേണ്ടവൻ മുഹമ്മദ്. ആരാലും പ്രശംസിക്കപ്പെടേണ്ടവൻ മുഹമ്മദ്. എന്തുകൊണ്ട്? ഫഹുവല്ലദീ തമ്മമനാഹു വസുറതുഹു ثم اصطفاه حبيبا بارئ النسم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. കാളിയേരില്ലാത്ത നേരത്ത് നായിബ് കാളിനെ ഏൽപ്പിച്ചിരുന്നു. അയാൾ നിക്കാഹ് നടത്തും. നായിബ് കാളി എന്ന് പറയൽ അയാൾക്കൊരു മോശമാണോ? അല്ല, അയാൾക്ക് നായിബ് കാളിയായിട്ട് നിൽക്കൽ ഒരു അഭിമാനമാണ്. കാരണം ആജാദി കാളിന്റെ നായിബ നിങ്ങളിന്റെ കൂടെ ഇല്ല. മൂപ്പരെ നായിബാക്കൽ മൂപ്പർക്ക് സ്റ്റാൻഡേർഡാണ്. ചില ആളുകളില്ലേ ഗൾഫിലാണ്, എനിക്ക് എന്താ പറയാ, എനിക്ക് ലുലുല് അബുദാബിയിൽ ലുലുൽ ജോലിയാണ്. ഒരു ധാരണ, എനിക്ക് അറാംകോയിൽ എഞ്ചിനീയർ. ഞാൻ അസിസ്റ്റന്റ് സൂപ്പർവൈസറാണ്. എവിടെ? അറാംകോയിൽ. സൂപ്പർവൈസർ. പിന്നെന്താ? പിന്നെ പറയും മനുഷ്യന്മാരെ, അസിസ്റ്റന്റ് സൂപ്പർവൈസറാ. എന്നാലും എവിടെയാണ് ഒന്ന് പറ മനുഷ്യ. അന്തം വിട്ട് വന്നിരിക്കും. പറ എവിടെയാണ്? അറാംകോയിൽ അസിസ്റ്റന്റ് സൂപ്പർവൈസർ. അങ്ങനെ. അപ്പോൾ അൽ ഇൻസാനുൽ അക്മലാണെങ്കിലും മുഹമ്മദ് മുസ്തഫാക്ക് അൽ ഇൻസാനുൽ കാമിൽ എന്നാ പേര്. അപ്പൊ കാമിൽ അല്ലാത്തവരൊക്കെ ആരാണ്? അതോ സ്വാഭാവികം? പൂർണ്ണൻ അല്ലാത്തവരൊക്കെ ആരാണ്? പൂർണ്ണത കുറഞ്ഞവര്. നമ്മളവിടുക്കത്തപ്പോ മനുഷ്യൻ തന്നെയല്ല, ഇരുകാലി. നമ്മളൊന്നും മനുഷ്യൻ തന്നെയല്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പൊ ഇവർക്കൊന്നും കാണാൻ പറ്റൂലോ അള്ളാനെ. ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല മലക്കുത്ത് സമാവാത്ത് കാണിച്ചു കൊടുത്തു. ഏതാ മലക്കുത്ത് സമാവാത്ത്? മലക്കുത്ത് സമാവാത്ത് പറഞ്ഞാൽ സമാവാത്ത് സബ്ഇന്റെ മേലെ നാസൂത്തി ലോകമുണ്ട്, അതിന്റെ മുകളിൽ മലക്കൂട്ടി ലോകമുണ്ട്. ഇബ്രാഹിമ മലക്കുത്ത് സമാവാത്ത്. അവിടെ പോയിട്ടില്ല, അവിടെ കാണിച്ചു കൊടുത്തു. ആർക്ക്? ഇബ്രാഹിം നബിക്ക്. അതായത് നാസൂത്തിന്റെ അപ്പുറമുള്ള മലക്കൂത്തിൽ കാണിച്ചു കൊടുത്തു. അതിന്റെ അപ്പുറത്തുണ്ട് ജബറൂത്ത്, അതിന്റെ അപ്പുറമുണ്ട് ലാഹൂത്ത്, അതിന്റെ അപ്പുറമുണ്ട്, അതിന്റെ അപ്പുറമുണ്ട്. നമ്മൾ ഈ മലക്കൂത്ത് കേട്ടപ്പോഴത്തേന് ബോധം കിട്ടും. ഇബ്രാഹിം നബി അവിടെ ഒക്കെ കണ്ടെത്തേ. അതതിന്റെ മേലുള്ള വിവരം കിട്ടിയാൽ അതും ഇവിടുന്ന് കണ്ടിട്ടുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തിന് പോട്ടം കണ്ടതാ.
وقد خضع العرش المجيد لوطأة فأنت لكل الكائنات سماء وقد خضع العرش المجيد لوطأة ആ രാത്രി നിങ്ങളൊന്ന് ചവിട്ടാൻ വേണ്ടി അർശ് താഴെ നിന്നത് ഓർമ്മല്ലേ? എന്തുകൊണ്ട്? അർശ് ഖൽഖാണ്, പക്ഷേ അഷ്റഫുൽ ഖൽഖല്ല. നമുക്ക് തിരിയണം. തിരിയാത്ത കാലത്തോളം ജന്തം വിട്ടൊരു വയറ് കിടക്കുമ്പോൾ എൻ്റെ കാറ്റ് പോകും. ഒപ്പം കായബനേക്കാൾ നബിയെ വലുതാക്കി, അർശിനേക്കാളും വലുതാക്കി എന്ന് പറയുന്നത് ഇതൊക്കെ എത്ര പാൽപ്പണ്ടലട ചങ്ങായി. ഇതെന്തിനാണ് റസൂലുള്ളാഹിനെ അഷ്റഫുൽ ഖൽഖ് പറയുന്നത്? ചവിട്ടിയുടെ എവിടെ ചവിട്ടി? ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എങ്കിൽ വലിയ ഇടവിട്ടുകണല്ലോ അങ്ങനെ ഇറങ്ങാൻ പോകാൻ. അർശിന് ചവിട്ടാൻ ചവിട്ടി കൊടുത്തു. ചവിട്ടി എവിടെ? താഴ്മ കാണിച്ചു നിന്നു. അൽ അർശുൽ മജീദു, മജീദായ അർശ് ലിവത്അത്തിൻ, അങ്ങയുടെ ചവിട്ടിന് വേണ്ടി. ഫഅൻത ലികുല്ലിൽ കായിനാത്തി സമാഉൻ, അർശിനുമുണ്ടൊരു സമാ, അത് അങ്ങാണ്. ഈ ഇരുകാലിയെ നിനക്ക് അതാണ് സമാ എങ്കിൽ അർശിനുമുണ്ട് സമാ, അത് മുഹമ്മദാണ്. പഠിക്കണം. ഈ വിവരം 50 കൊല്ലം മുമ്പുള്ള മൂല്യന്മാർക്കും നാടന്മാർക്കും ഉണ്ട്. അവർക്ക് കൽബ് നിറയെ മുഹമ്മദാണ്. നമുക്കിതൊരു ആഘോഷ. നമ്മളെ പരിപാടികളൊക്കെ നടത്താനും മദ്രസയിലെ കുട്ടികളായി തന്നെ നിന്ന് പോകാനും ഉള്ള പരിപാടിയാണ് നബിദിനം. തിരിഞ്ഞില്ല. നല്ല നല്ല പരിപാടി കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം കുട്ടികൾ മറ്റേ മദ്രസയ്ക്ക് പോകും. അപ്പൊ നമ്മളെ കുട്ടികൾ നമ്മളെ മദ്രസയിൽ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഒപ്പിച്ചു കൂട്ടലാണ് എന്ത് നമുക്ക് നബിദിനം. അല്ലാതെ എന്തല്ല. അർശിനെ ചവിട്ടിയ ആളാണ് മുഹമ്മദ് പറഞ്ഞാൽ നമ്മളെ ഈമാൻ പോകും. ഞാൻ നാളെ നേരം നോക്കുമ്പോൾ ഇതിന് ട്രോളറിങ്ങും. എനിക്കൊരു പേടിയില്ല. അവൻ്റെ ബാപ്പാൻ്റെ അവിടെ നിന്നല്ലല്ലോ എനിക്ക് ചെലവ്. എനിക്ക് ഈ ദുനിയാവിൽ ഒരുത്തനും പേടില്ല. ഞാൻ ആരും വിചാരിക്കണമല്ല. എനിക്ക് ഈ ദുനിയാവിൽ ഒരുത്തനും പേടില്ല എൻ്റെ റബ്ബിനല്ലാതെ. ഇതൊരു നേരായ സത്യമാണ്. അത് പറയാൻ എനിക്ക് റബ്ബ് തൗഫീഖ് കൊണ്ടുമാണ്. ഒരാളും വേണ്ട, ഒരാളും എനിക്ക് വേണ്ട. എൻ്റെ റബ്ബ് തന്ന ഒരു തൗഫീഖ് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ ചെറിയ ബെയ്ത്ത് മഹാനായ ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങളുടെ ഇക്സീറു സഅദാത്ത് എന്ന മഹത്വമാർന്ന കവിതയിലുണ്ട്. ഖദ് ഖാലഅൽ അർശുൽ മജീദു ലിവത്അത്തിൻ ഫഅൻത ലികുല്ലിൽ കായിനാതി സമാഉ. നിങ്ങൾ ചിന്തിക്കണം. അതാണ് മുഹമ്മദ് മുസ്തഫ. ഏതുകൊണ്ട് എളുപ്പ ഉത്തരം കിട്ടി. എന്താ എളുപ്പത്തെ ഉത്തരം? അർശ് ഖാലിഖോ ഖൽഖോ. അർശ് ഖാലിഖോ ഖൽഖോ. ഖൽഖ് പക്ഷെ അഷ്റഫുൽ ഖൽഖ് അല്ലല്ലോ. അപ്പൊ അതിന്മേൽ ചവിട്ടേണ്ടത് ആരെന്നെ? അഷ്റഫുൽ ഖൽഖാണ്. അല്ല നിങ്ങൾക്ക് മുസ്തഫ നബി അഷ്റഫുൽ ഖൽഖ് അല്ല എന്ന് വാദുണ്ടോ? നജ്മുമിനും ആവൂലല്ലോ. ഇജ്ജ് കുടുങ്ങിപ്പോ. ഇജ്ജിപ്പോ രണ്ടും ഘട്ടം നേലിനാണ് കുടുങ്ങി. അർശിനെ വരെ ചവിട്ടിന്നാ പറയുന്നത്. ചവിട്ടിയടാ എന്റെ അർശ് മുഹമ്മദ് മുസ്തഫക്ക്. മുസ്തഫ നബിന്റെ രോമത്തിനുണ്ടടാ അർശ്. അൽ അർശ് വൽ കുർസി വൽ ലൗഹ് വൽ ഖലം ഖുലിഖ മിൻ നൂരിൽ മുസ്തഫ. ആ നൂറുൽ മുഹമ്മദിയിൽ നിന്നാണ് അർശ്. മിഫ്താഹുൽ ഫുതുഹാത്തി സയ്യിദി വഖാതിമു സിൽക്കി റൂസുലി മുഹമ്മദ് മിഫ്താഹുൽ ഫുതുഹാത്തി സയ്യിദി. എല്ലാ വിജയങ്ങളുടെയും താക്കോലാണ് മുഹമ്മദ് മുസ്തഫ. വഖദ് സീനത്തിൽ ഹദറാത്ത്, എല്ലാ സാന്നിധ്യങ്ങൾ സന്നിധാനങ്ങൾ അതിൻ്റെയൊക്കെ അലങ്കാരം അവിടെ മുഹമ്മദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നതാ. അർശിൽ മുഴുവനും എഴുതിയത് അല്ലാഹ് മുഹമ്മദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുമ്മ നജ്ജിനി ബിഹഖ് മുഹമ്മദ്. അപ്പോൾ അല്ലാഹു കൈഫ അറഫ്ത മുഹമ്മദ്, മുഹമ്മദിനെ നീ എങ്ങനെ മനസ്സിലാക്കി? അപ്പോൾ പറഞ്ഞു ഫഅൻത ഖലഖ്തനി أنا رفعت رأسي إلى قوائم العرش فرأيت مكتوبا بلا إله إلا الله ومحمد رسول الله. لا إله إلا الله
മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. എവിടെ? അർശിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ നിന്റെ ഇസ്മിലേക്ക് നീ ചേർത്തെഴുതിയ ഇസ്മാണ് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇസ്മെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് നജ്നി ബിഹഖി മുഹമ്മദിൻ എന്ന് പറയാൻ കാരണമെന്ന് സയ്യിദുനാ ആദം അലൈഹിസ്സലാം. ഇത് ഇമാം സുയൂത്തി തങ്ങൾ തന്റെ ദുർറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം ഇമാം ബൈഹഖി തന്റെ ദലായിലുൻ നുബുവയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് മുഹദ്ദിസുകൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ റസൂൽ മുസ്തഫ. നിങ്ങൾ ബേജാറാകണ്ട, ഇതൊരാളാണ്. ഈ ആളെ കണ്ട അള്ളാനെ കണ്ടു. അത് അല്ലേണോ? അല്ല, ഒരു പ്രതിനിധിയ പൂർണ്ണന. ഞാൻ ഹദീസ് കേട്ടോളി. ഞാൻ എന്താ വർത്താനം? മൻ റആനി, ഒരാൾ എന്നെ കണ്ടാൽ ഫഖദ് റഅൽ ഹഖ, അയാൾ ഹഖത്താനെ കണ്ടു. ഞാൻ ഹഖത്താനാണ് അല്ല, സഫീറ, സമ്പൂർണ്ണ അംബാസഡർ. വേറൊരാൾക്കൊന്നും പറയേണ്ടതില്ല. ബാക്കിയുള്ളവരൊക്കെ നാക്കിസം. ഒരാളെ കാമിലുള്ളൂ, അത് മുഹമ്മദ്. മറ്റേ ആളോടെ അതായത് ഒരു പ്രകാശം ഇവിടുത്തെ ഇറങ്ങി വന്നു. അത് കാണാൻ ആർക്ക് കഴിഞ്ഞില്ല. മൂസാന് ബോധം കിട്ടും. ഒരു ചെറിയ പ്രകാശം. മറ്റേയാളോ അജായിബ അലമിൽ മലകൂതി فسرائر الناسوت والجبروت أين المدرس مسجد اللاهوت كم من لدن هواه علوما صلوا عليه وسلموا تسليما. നിർത്തിക്കള. മർക്കാദിക്ക് പേച്ചിക്കണമെങ്കിൽ പിന്നെ എങ്ങനെയാണ് സുന്യാവ്? അല്ലോ, മർക്കാദിക്കും പേച്ചോ. പിന്നെ ആ പേവാണല്ലോ മർക്കാദിക്ക് വെച്ചോ. എന്തായാലും പറഞ്ഞേ അജായിബ അലമിൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി. ആ രാത്രി മുസ്തഫ നബി നടന്നു പോയി കണ്ടു. ബിഅഖല്ല മിൻ ലഹ്ളത്തി ദുനിയ. ഈ ദുനിയാവിലെ ഒരു സെക്കൻഡിനേക്കാൾ കുറഞ്ഞ നേരാണ് ലോകം മുഴുവനും ചുറ്റിയടിച്ച് ബിന്ദാസ് കളിച്ച് ദുനിയാവിലുള്ള എല്ലാവരോടും വർത്താനം പറഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ദുനിയാവിൽ എന്ത് കഴിഞ്ഞിട്ടില്ല? ഒരു സെക്കൻഡ്. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ട്. അത് മനസ്സിലാവണില്ല, മനസ്സിലാവൂല. എനക്ക് അന്തല്ലാന്ന് എനക്കറിയില്ലെങ്കിലും നാട്ടുകാർക്ക് അറിയും. എനക്കന്തല്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സിലായില്ലേ? അത് പോയി. എന്നിട്ട് എല്ലായിടത്തും ചുറ്റി. അലമുൽ മലക്കൂത്തിലെ അത്ഭുതങ്ങളൊക്കെ നടന്നു കണ്ടു. ഇബ്രാഹിം നബി ഇവിടുന്ന് നോക്കി കണ്ടതാ. ഓട്ടം പോയിട്ടില്ല. നാസൂത്തി ലോകം, ജബറൂത്തി ലോകം ഇന്ത്യ പുറത്താണ്. അതും നടന്നു കണ്ടു. പിന്നെ ലാഹൂത്തി പള്ളിയിലെ മുദരിസിനെയും കണ്ടു. അതാരാ? ലാഹൂത്തി പള്ളിയിലെ മുദരിസാരാ? ലാഹൂത്തി പള്ളിയിലെ മുദരിസ്. ലാഹൂത്തി പള്ളിയിലെ മുദരിസാരാ? ലാഹൂത്തി പള്ളിയിലെ മുദരിസാരാ? ലാഹൂത്തി പള്ളിയിലെ മുദരിസാരാ? അല്ലാഹു കൊണ്ടുപോയ ആളെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല. കാണാനില്ല. മൂപ്പര് പറഞ്ഞു ചെലോ ചെലോ നമ്മക്കാവൂല. അർത്ഥം വെക്കി. ഒരു മൂല്യം ഇന്ന് ഞാൻ ഇതിനർത്ഥം വെക്കാതെ വിടൂല. മൂല്യമാരൊക്കെ വലിയവർ തന്നെ കേട്ടാ. എന്നാലും ഈ കണ്ട അന്തല്ലാത്തവർ പറയണതിന് ഉരുളക്കുപ്പൂരി ഉപ്പേരി നമ്മൾ മറുപടി കൊടുക്കണം. പിന്നെ ഉമർഖാന്തിനെ അംഗീകരിക്കാത്തവൻ്റെ അവരോട് വർത്താനം പറഞ്ഞ് നടക്കണ്ട. ഓല നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? സുമ്മലായൂതു. പിന്നെ അവർ തിരിച്ചു വരൂല. മുസ്തഫ നബി പറഞ്ഞവരോട് എന്തിനാണ് വർത്താനം പറയുന്നത്? ഒരു ഹിന്ദു തിരിച്ചു വരൂല എന്ന് മുത്തനബി പറഞ്ഞിട്ടില്ല. ഒരു ക്രിസ്ത്യാനി തിരിച്ചു വരില്ല എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടില്ല. ഒരു നിരീശ്വരവാദി തിരിച്ചു വരില്ല എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടില്ല.
എന്നാൽ ചില മുസ്ലിങ്ങൾ തിരിച്ചു വരില്ല മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. സുമ്മലായഊദൂൻ, അവർ പിന്നെ തിരിച്ചു വരികയില്ല. അത്ര മനസ്സിലാക്കിയ മതി. ഇപ്പോൾ ഞാൻ എൻ്റെ അപ്പുറമുണ്ട്. ടെസ്റ്റ് ഡോസ് തിരിച്ചു വരില്ല. ഒരു ഹിന്ദു തിരിച്ചു വരാം, ഒരു ക്രിസ്ത്യാനി തിരിച്ചു വരാം, ഒരു നിരീശ്വരവാദി തിരിച്ചു വരാം. എന്നാൽ ചില മുസ്ലിങ്ങൾ തിരിച്ചു വരൂല, ഒരിക്കലും തിരിച്ചു വരില്ല. എന്തുകൊണ്ട് തിരിച്ചു വരൂല? തിരിച്ചു വരൂല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനു മെനക്കെടുന്നു? ഇതാ ശുക്കഫി നിഫാഖ് അദിൻ. ഒരാളെ നിഫാഖിൽ ഞങ്ങൾക്ക് സംശയം തോന്നിയാൽ സഹാബികളെ കാലത്ത് ഫനജ്ലിസു ഇലൈഹി, അയാളടുത്ത് പോയി ഞങ്ങൾ ഇരിക്കും. ഫനുമാദിഹു അൻ അലി, ഞങ്ങൾ അലിയെ പറ്റി മദ്ഹൻ പറയും. ഫയഗ്ളിബു ഫനുഖിനു അന്നഹു മുനാഫിഖ് ലാ യഗ്ളിബു അലാ മദ്ഹിഹി ഇല്ലാ മുനാഫിഖ്. അലിയുടെ മദ്ഹിന്റെ മേൽ മുനാഫിഖനല്ലാതെ ഉളബ് വരില്ല മുസ്തഫ നബി പറഞ്ഞു. അപ്പൊ ഒരാൾ മുനാഫിഖാണോ ഞങ്ങൾക്ക് ഡൗട്ട് വന്നാൽ ഞങ്ങൾ മേലെ അടുത്ത് പോയി അയാൾ പറയും അലിയും അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയും. അയാൾക്കത് ചൂടാവും. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവും ആരാ മുനാഫിഖാണ്. أنت مولى كل مؤمن ومن لم يكن له علي مولا فليس بمؤمن. ومن لم يكن له علي مولا صحيح البخاري عندي حديث ومن لم يكن له علي مولا ഒരാൾക്ക് അലി നേതാവല്ലെങ്കിൽ ഫലൈസ ബിമുഅ്മിനീൻ, അവൻ മുഅ്മിനേ അല്ല. ഹജ്ജത്തുൽ വദാഇൽ നിന്ന് മടങ്ങിയപ്പോൾ മുസ്തഫ നബി പറഞ്ഞ ഹദീസാണ്. ശരി, അപ്പോ വല്ലാതെ ദൂരത്തേക്കൊന്നും പോണ്ട. നമുക്ക് ചില ആളുകളെ നമുക്കറിയാലോ, അവരെ പറയുമ്പോൾ അംഗീകരിക്കൂല എന്നറിയാണെങ്കിൽ ഓനോട് വർത്താനം പറയാൻ നടക്കണ്ട. വെളിയങ്കോട് മറുവാദി പറഞ്ഞോ ഞാൻ അംഗീകരിക്കൂല, എന്നാ വണ്ടി വിട്ടോ. എന്തിനാ നമ്മൾ വെറുതെ അവന് മെനക്കെടുന്ന്? നിങ്ങൾക്ക് പറയണേ മനസ്സിലുണ്ടോ? എന്തിനാ വെറുതെ മെനക്കെടുന്ന്? തുമ്മലായി ആവൂന്നു. അവര് തിരിച്ചു വരില്ല. ആര് പറഞ്ഞിട്ടുണ്ട്? പോയവര് പിന്നെ മടങ്ങി വരില്ല. പോയിക്കണമെങ്കിൽ ഈമാനുള്ളവരാണെങ്കിൽ എന്ത് ചോദിക്കും? ഉമ്മർക്കാളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഉറപ്പാണോ? ആ ഉണ്ട്. ഏതാ കിതാബ് തെളിയിച്ചു? ആ ശരി തന്നെയാണോ? ആ എന്നാ എനിക്ക് പേച്ചതാ, കഴിഞ്ഞു. കാരണം അത്രയും വലിയ ആളാണ്, ലോകം മുഴുവൻ അംഗീകരിച്ച മഹാനാണ്. ആര്? ഉമ്മർക്കാളി. മമ്പർത്തങ്ങൾ പറഞ്ഞോട്ടെ ഞാൻ അംഗീകരിക്കൂല. നജി നടന്നോ? അങ്ങനെ പറയാൻ എന്താ മടിയില്ലാത്ത? എന്തിനെങ്ങനെ മടിക്കണത്? എന്തിനാ മടിക്കണത്? മനസ്സിലായില്ലേ? വളരെ വളരെ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ.